എന്റെ നിലപാട് എന്റെ നാട്ടിൽ എന്റെ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതാണ് നിലപാട്. പക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലും ശങ്കരനായർക്ക് സാധിച്ചിട്ടില്ല. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? ആദ്യം മാപ്പോറുണ്ട് എന്നോട് ചോദിക്കണം, അഖിലെ നമ്മൾ പെട്ടുപോയി, അഖിൽ തൃക്കാക്കര മത്സരിക്കാൻ പോകുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കും. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കലടിച്ച് ഞാൻ പറിക്കും, ഇറങ്ങി പോകുന്നു പറഞ്ഞു. എന്താ വിശ്വാസമാവണില്ലേ? അതെ, നമുക്കും വിശ്വസിക്കാൻ പറ്റില്ല. സത്യം പറയട്ടെ, എന്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു തരട്ടെ. എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ. ഫെബ്രുവരി 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് വന്നതാണ്. സാർ എനിക്ക് വേണം, തൃക്കാക്കര ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. അങ്ങനെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെയിറ്റ് ചെയ്യ്, മറുപടി പറയാം. ഇതിന് മറുപടി പറഞ്ഞാ ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ ഒരു മിനിറ്റ് കളിയാക്കി ചിരിക്കലല്ല. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കാനാണെങ്കിൽ ചോദിക്കുക. കൊണ്ടുപോയി കാണിക്കരുത്. ഇല്ല കേട്ടോ, ഇത് കാണിച്ചല്ലോ, ഇനി ഞാൻ പറയും. ഭയങ്കര ചൂടനല്ലേ, പിന്നെ കോത്തിൽ തീട്ടാരെ ചൂടാവത്തത്. ഞാൻ തന്നെ പറഞ്ഞതാണെന്ന്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരും. പക്ഷെ ഇത് സത്യമുണ്ട്. അല്ലേലും നേരും നിറയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാന്ന്. പേരെടുത്ത് ഞാൻ പറയും, ഞാനാണ് മത്സരിക്കാൻ പോകുന്നത്. അതിന് കുഴപ്പമുണ്ടോ? അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. കാര്യം പുള്ളി അന്നേരം പറയുന്നത് ഇതാണ് നിന്റെ കുഴപ്പം. ഒരു തമാശ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിനക്കില്ല. ഇതിനാണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് പോവല്ലേ കാശ്മീർ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. ഒരു മനുഷ്യനെ സുരക്ഷിത കോട്ടകളല്ല, കോട്ട പൊളിക്കാനാണ് പ്ലാൻ എന്നൊക്കെ കാശ്മീർ. പിന്നെ ഒരു സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സർ. പല സാഹചര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് അവരെ നമ്മൾ ആവേശഭരിതരാക്കണം. അതിനുവേണ്ടി മാത്രമല്ല, സത്യത്തിൽ ഒരുതരം എന്റെ നാട്ടിൽ ഉൾപ്പെടെ നാണം കെട്ട് നിൽക്കുക. ഞാൻ നാണക്കേട് മാറ്റാൻ വേണ്ടി പറഞ്ഞു. ചിരിച്ചോ? മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കും. വഴി കൂടെ പോകുന്ന ഏത് അലവലാതിക്കും കൊടുക്കാൻ പറ്റുന്ന സീറ്റാ തൃക്കാക്കര. ഇറങ്ങി തുറന്നേ. നീ എന്താ കളിയാക്കണ? അവന്റെ ഒരു തമാശ. മത്സരിച്ചിട്ട് 21,500 അത്ര മോശം ഓട്ടൊന്നും അല്ലല്ലോ. വരി കൊട്ടാരക്കര പോലും ഈ തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഇല്ല. എവിടുത്തെ ഉമാ തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഇല്ല. അഖിൽമാരാർ പറയാണ് 25,000 ബൈക്ക് വിറ്റു. അഖിൽമാരാരുടെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചിട്ട് പിറ്റേന്നാൾ അഖിലിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ 20 രൂപ കണക്കാൻ കാണിക്കാം. എന്റെ പൊന്നെ, 10,000 ഈ ഹാഷ്മി കഥ ചോദ്യമൊന്നുമില്ല. തന്നോ? ഞാൻ 5 ലക്ഷം രൂപ ഇത് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ഇത് എല്ലാം കാണത്തില്ലെന്നേ. ഒരുത്തൻ ഡ്രസ് ഇട്ട് തുടങ്ങുമ്പോൾ അവരെ ജട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇവൻ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ബാക്കി ഇടുന്നത് കാണ്, എന്റെ ബാക്കി ഡ്രസ് കാണും. നിങ്ങൾ ജട്ടി കണ്ടതാ പൗരനാണ് കാശ്മീർ. അതുകൊണ്ടാണ് നിലപാട്, അത് പലപാടാണ്. സ്വതന്ത്ര ഇന്ത്യൻ പൗരന് നിലപാട് എഴുതാൻ അറിയാവോ അഖിൽമാരെ? എനിക്ക് അറിയത്തില്ല. അത്രേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. 10 ഗുണം 10 ഗുണം.